നാളെ രാമന്റെ പട്ടാഭിഷേകം. ഈ അയോധ്യ മുഴുവൻ ആനന്ദലഹരിയിലാകാൻ പോവുകയാണ്. മന്ധരേ, അല്ല, താങ്കളാരാ? ഞാനാണ് ദേവേന്ദ്രൻ. ദേവന്മാരുടെ രാജാവാണോ? അങ്ങേക്കെന്റെ പ്രണാമം. നന്നായി വരട്ടെ. മന്ധരേ, നീ എവിടേക്കാണ് ഇത്ര വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സൂര്യകുലത്തിന്റെ വിളക്കായി പ്രകാശിക്കുന്ന രാജകുമാരൻ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് നാളെ പട്ടാഭിഷേകമാണ്. രാജാവ് തിടുക്കത്തിൽ അറിയിച്ച സന്ദേശം എന്റെ പൊന്നുമകൾ കൈകേയിയോട് പറയാൻ പോകുകയാണ്. മന്ധരേ, രാമന് പട്ടാഭിഷേകം നടക്കാൻ പോകുന്ന കാര്യം നീ അംഗീകരിക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സമ്പത്തുണ്ടായിട്ടും സമൃദ്ധിയുണ്ടായിട്ടും പുത്രഭാഗ്യമില്ലാതിരുന്ന രാജാവ് എത്രയോ വർഷങ്ങൾ ആഗ്രഹത്തോടെ തപസ്സിരുന്ന് ജനിച്ച കുഞ്ഞുങ്ങളിൽ മൂത്തവൻ ശ്രീരാമൻ. അവൻ വീരം, വിദ്യാഭ്യാസം, വിദ്യകൾ, വേദാന്തങ്ങളെല്ലാം തന്നെ കലയ്ക്ക് പാനം ചെയ്തവനാണ്. അത്രയും പ്രഗത്ഭനായ മനുഷ്യൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു. അയോധ്യ കൊട്ടാരത്തിൽ ഉപ്പ് തിന്ന് വളർന്നവരാരെങ്കിലും ഇതിനെ വെറുക്കുമോ? അങ്ങനെ വെറുക്കുന്നവരൊക്കെ നന്ദിയുള്ളവരായിരിക്കണമെന്നുണ്ടോ? മന്ധരേ, നന്ദി കാണിക്കുന്നത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, നന്മ ചെയ്തുകൊണ്ട് നമുക്ക് നന്ദി കാണിക്കാം. മറ്റൊന്ന്, തിന്മ ചെയ്യും പോലെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നമുക്ക് നന്മ ചെയ്തവർ പോലും അറിയാതെ അവരോട് നന്ദി കാണിക്കൽ. ഇതിലാദ്യത്തേത് പേരിനുവേണ്ടിയും പ്രശസ്തിക്കുവേണ്ടിയും കാണിക്കുന്ന നന്ദിയാണ്. മറ്റൊന്ന്, യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ത്യാഗമനോഭാവത്തോടെ കാണിക്കുന്ന നന്ദി. അങ്ങനെയാണെങ്കിൽ അയോധ്യ കുടുംബത്തോട് ഞാൻ എങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞതിൽ രണ്ടാമത്തെ നന്ദിയാകാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ എന്താ പറഞ്ഞു വരുന്നത്? വ്യക്തമായി തന്നെ പറയാം. മന്ധരേ, നീ ഉടൻ തന്നെ കൈകേയിയുടെ അടുത്ത് ചെന്ന് നടക്കാനിരിക്കുന്ന പട്ടാഭിഷേകം നിർത്താൻ പറയണം. എന്തേ? രാമന്റെ പട്ടാഭിഷേകം ഞാൻ നിർത്തണമെന്നോ? അതും രാമനെ നല്ല വാക്കുകൾ പറഞ്ഞും ഓമനിച്ചും വളർത്തിയ കൈകേയി ഉപയോഗിച്ചോ? അതെ. ഈ സംസാരം നിങ്ങളുടെ യോഗ്യതയ്ക്ക് ചേർന്നതോ? രാമൻ എല്ലാ ജീവികളോട് സ്നേഹമുള്ളവനാണ്. കാരുണ്യത്തിന്റെ ആൾ രൂപമാണ് അവൻ. അവൻ ഈ ലോകം മുഴുവൻ അഭിനന്ദിച്ച് ആഘോഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഉത്തമന്റെ പട്ടാഭിഷേകത്തിന് അങ്ങ് വന്ന് അനുഗ്രഹം ചൊരിഞ്ഞ് അഭിനന്ദിച്ച് അവന്റെ സ്നേഹാദരവുകളെ ഏറ്റുവാങ്ങുന്നതിന് പകരം അവന്റെ പട്ടാഭിഷേകം തന്നെ നിർത്തുവാൻ പറയുന്നുണ്ടല്ലോ. ഇതാണോ ദേവന്മാരുടെ നന്മയ്ക്കു വേണ്ടി പോരാടിയ ദശരഥപുത്രന് നിങ്ങൾ ചെയ്യുന്ന സഹായം? മന്ധരേ, ദേവരാജ, രാമൻ മഹാബലി ചക്രവർത്തിയെപ്പോലെ, മഹാമന്നൻ നകുശലനെ പോലെ 1000 വിവാഹങ്ങൾ കഴിച്ച് അങ്ങയുടെ ഇന്ദ്രപദവിയെ തട്ടിയെടുക്കാൻ വന്നുവോ? അല്ലെങ്കിൽ അവൻ ചെയ്ത വിവാഹത്തിലൂടെ ദേവന്മാർ ചൊല്ലിയതെല്ലാം വിസമ്മതിച്ചുവോ? പ്രസവിച്ച മാതാവിനെ കൊണ്ടുതന്നെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലും പോലെ കൈകേയിയെ എന്നെയും കൊണ്ട് രാമന്റെ പട്ടാഭിഷേകം തന്നെ ഈ വിധം നിർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇതാണോ ദേവേന്ദ്രനായ താങ്കൾ പഠിച്ച നീതി? മന്ധരേ, ദേവനീതി മനുഷ്യനീതിയെ മാറ്റിയതല്ല. ഞാൻ രാമന്റെ പട്ടാഭിഷേകം നിർത്താൻ പറഞ്ഞത് ആ ഉത്തമന്റെ ജീവിതം അട്ടിമറിക്കുന്നതിനു വേണ്ടിയല്ല. രാമന്റെ അവതാര ഉദ്ദേശ്യം നിറവേറ്റാൻ സമ്മതിക്കാതെ ദശരഥ ചക്രവർത്തി ചെയ്യുന്ന കാര്യങ്ങളെ അകറ്റുവാൻ വേണ്ടിയാണ്. അതെ മന്ധരേ, അമരന്മാരായ ഞങ്ങളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന രാവണാസുരന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ശ്രീമൻ നാരായണൻ ശ്രീരാമചന്ദ്രമൂർത്തിയായി ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീരാമൻ ചക്രവർത്തിയായി മാറിയാൽ രാജാവിന്റെ ഉത്തരവാദിത്വങ്ങൾ അവതാര ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി മാറില്ലേ? അതെങ്ങനെ തടസ്സമാകും? ദശരഥൻ രാജാവായിരുന്നു കൊണ്ടല്ലേ ചമ്പകാസുരനെ നിഗ്രഹിച്ചത്? മന്ധരേ, ചമ്പകാസുരനെ നശിപ്പിക്കുവാനായി രാജശക്തി മതി. എന്നാൽ അജയ്യനായ രാവണനെ പരാജയപ്പെടുത്തുന്നതിനുവേണ്ടി കൃപാശക്തി ആവശ്യമാണ്. ആയതിനാൽ മനുഷ്യപ്പിറവിയെടുത്തിരിക്കുന്ന ഭഗവാൻ ആ കൃപാശക്തി പ്രാപ്തമാക്കുവാൻ വേണ്ടി 14 വർഷങ്ങൾ വനത്തിലേക്ക് ചെന്ന് തപസ് ചെയ്യേണ്ടതാണ്. എന്തേ? രാജകുമാരൻ രാമൻ വനത്തിലേക്ക് ചെന്ന് തപസ് ചെയ്യണമെന്നോ? അന്തിമകാലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദശരഥനെ കൊണ്ട് 14 വർഷങ്ങൾ രാജ്യം ഭരിക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. ആയതിനാൽ വിഷ്ണു ഭഗവാന്റെ അംശമായി പിറന്നിരിക്കുന്ന ഭരതൻ ആ 14 വർഷങ്ങൾ രാജ്യം ഭരിക്കണമെന്ന് ദശരഥനോട് വരം ചോദിക്കാൻ കൈകേയിയോട് പറയൂ.
കൈകൈ സുമനസാലെ അത് ചോദിക്കുമോ? അവൾ ചോദിച്ചാലും ദശരഥൻ വരം കൊടുക്കുമോ? മന്ധരെ, കൈകേയി ചമ്പകാസുര യുദ്ധത്തിൽ ദശരഥനെ സഹായിച്ചതുകൊണ്ട് ദശരഥൻ അവൾക്ക് 2 വരം നൽകാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. കൈകേയിയോട് ആ 2 വരങ്ങളും ഇപ്പോൾ ചോദിക്കാൻ പറയൂ. ദേവേന്ദ്ര, കൈകൈ നല്ലൊരു ഗുണവതിയാണെന്ന് ഈ കോസല രാജ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഉത്തമനായ രാമൻ വനമേറണമെന്ന് ഇവൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ അവളെ നിന്ദിക്കുകയില്ലേ? ഭഗവാന്റെ അവതാരോദ്ദേശ്യം നിറവേറുന്നതിനു വേണ്ടി മന്ധരെ ആ കുറ്റം ഏറ്റെടുക്കുന്നത് നല്ലത് തന്നെയല്ലേ? അല്ല ദേവേന്ദ്ര, വേണമെങ്കിൽ കൈകൈക്ക് ദൈവകാര്യമെന്ന് പറഞ്ഞ് പടിയിറക്കി വിടാവുന്നതേ ഉള്ളൂ. ഒരു അവതാര പുരുഷന്റെ പട്ടാഭിഷേകത്തെ തടഞ്ഞ് അഖിലത്തിന്റെ ശാന്തി നശിപ്പിക്കാനായി ഞാൻ എന്തു പാവമാണ് ചെയ്തത്? മന്ധരെ, നീ ആരാണെന്ന് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. ഇതാ കണ്ടോളൂ. എന്താ ഇത്? ഞാനൊരു അപ്സരസിനെ പോലെയായി മാറിയല്ലോ. ദേവേന്ദ്ര, ഇത് താങ്കളുടെ ജാലവിദ്യയാണോ? അല്ല മന്ധരെ, ഇതാണ് നിന്റെ യഥാർത്ഥ രൂപം. നീ ദുന്ദുഭി എന്ന ഒരു ഗന്ധർവ സ്ത്രീയാണ്. ഭഗവാന്റെ അവതാരോദ്ദേശ്യത്തിന് തുണയാകുവാൻ വേണ്ടിയാണ് ബ്രഹ്മാവ് നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇനി ഈ ജന്മത്തിന്റെ ഉദ്ദേശ്യം നീ അറിയും. ദേവേന്ദ്ര, മന്ധരെ, ഇപ്പോൾ നീ ആരാണെന്ന് നിനക്ക് സ്പഷ്ടമായില്ലേ? ഇനി നീ ഈ ഭൂലോകത്തേക്ക് വന്ന കാര്യങ്ങൾ ചെയ്യൂ. ഇല്ല എങ്കിൽ ദേവന്മാരുടെ ശാപത്തിനു പാത്രമാകും. ദേവകാര്യത്തെ മാനിച്ച് താങ്കൾ പറയുന്നത് ചെയ്താൽ ഗന്ധർവ ലോകത്ത് നിന്ന് വന്ന ഞാൻ ഈ പ്രജകളുടെയും മഹാത്മാരുടെയും ശാപമേറ്റ് വെറും പാഴ്ജന്മമായി നേരെ നരകത്തിലേക്കല്ലേ പോവുക? ഇല്ല മന്ധരെ, ഈ പിറവിയിൽ നീ തിന്മകൾ ചെയ്താലും ഒരു നല്ല കാര്യത്തിന് ഉപകാരപ്പെട്ടതിനാൽ അടുത്ത ജന്മത്തിൽ കൃഷ്ണ പരമാത്മാവിന് ചന്ദനമരച്ചുകൊടുത്ത് അദ്ദേഹത്തിന്റെ കൃപയാൽ മുക്തി നേടുന്നതാണ്. അതിരിക്കട്ടെ, അതുവരെ എന്റെ ആത്മാവ് കുറ്റബോധത്തോടെ അലഞ്ഞു തിരിയില്ലേ? ജനങ്ങളുടെ ആരോപണങ്ങളെക്കാളുപരി പിതൃക്കളുടെ ശാപം വലുതു തന്നെയല്ലേ? ദേവേന്ദ്ര, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാതിരുന്നാൽ ദേവന്മാരായി നിങ്ങൾ ശപിക്കും. നടന്നാലോ പ്രജകളെല്ലാവരും ശപിക്കും. ഈ 2 ശാപങ്ങൾക്കുമിടയിൽ പെട്ടുരുകുന്ന ഞാൻ, എന്നെ ഈ നിലയിലേക്ക് എത്തിച്ച ആ ബ്രഹ്മാവിനെയാണ് പഴി പറയേണ്ടത്. മന്ധരെ, നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? പോവുകയാണ് ദേവേന്ദ്ര. ജീവിതം അവസാനിച്ചൊരുവനെ കടിക്കാൻ പോകുന്ന ഒരു സത്യമുള്ള നാഗം എത്ര വേദനയോടെ ഇരിക്കാ പോകുന്നത്. അത്രയും വേദനയോടെ പോവുകയാണ് ഞാൻ. പോവുകയാണ് ദേവേന്ദ്ര, പോവുകയാണ്. നാരദൻ പറഞ്ഞതുപോലെ ഞാൻ ദുന്ദുഭിയെ മന്ധരയെ പ്രേരിപ്പിച്ചു വിട്ടിരിക്കുന്നു. ഇനി വിധി തന്റെ ജോലി തുടരും. കൈകൈ, കൈകൈ. ആരാ ഇത്? മന്ധരയോ? ആ, വാ വാ, നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ ഓടി വന്നത്. അതെന്താ ഇത്ര തിടുക്കം? നാളെ നേരം പുലരാൻ ഇനി ബാക്കിയുള്ളത് 10-11 നാഴിക മാത്രമാ. അതിനുള്ളിൽ ഒരു നാടിന്റെ തലവിധി തന്നെ മാറ്റി എഴുതേണ്ടതുണ്ട്. എന്താ? 10-11 നാഴികയ്ക്കുള്ളിൽ ഒരു നാടിന്റെ തലവിധി മാറ്റി എഴുതണമെന്നോ? അതെങ്ങനെ കഴിയും? എന്തുകൊണ്ട് കഴിയില്ല? ആകാരഭംഗിയും സൗന്ദര്യവുമുള്ള ഒരു നാരി വിചാരിച്ചാൽ ഒരു നാടിന്റെ തലവിധിയല്ല, ഈ ലോകത്തിന്റെ തലവിധി തന്നെ മാറ്റി എഴുതുവാൻ കഴിയും. മന്ദിരേ, ചുറ്റി വളയ്ക്കാതെ കാര്യങ്ങൾ ചുരുക്കി പറയൂ. ചുരുക്കി തന്നെയാണ് പറയുന്നത്, കേട്ടോളൂ. നാളെ പുലർച്ചെ സൂര്യോദയത്തിന് മുമ്പായി ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുകയാണ്. എന്ത്? നാളെ പട്ടാഭിഷേകമോ? എന്റെ പുത്രൻ രാമന്റെ പട്ടാഭിഷേകമോ? അതിരിക്കട്ടെ, നിനക്കറിയില്ലേ
അതെങ്ങനെ അറിയാനാ? പട്ടമഹർഷിയുടെ വരിയിൽ നീയും ഒരുത്തി എന്ന പേരല്ലാതെ ദശരഥൻ നിന്നെ കൂട്ടിലെ കിളിയായി അവന്റെ അന്തപുരം അലങ്കരിക്കുന്ന ഒരു വളർത്തു കിളിയായിട്ടല്ലേ നിന്നെ കണ്ടിരിക്കുന്നേ. കൗസല്യയ്ക്കും അവളുടെ പുത്രനും കൊടുക്കുന്ന ബഹുമാനം നിനക്കും നിന്റെ പുത്രനും ഉണ്ടോ ഇവിടെ? മന്ദിരേ, മഹാരാജാവിനെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. രാമന്റെ പട്ടാഭിഷേകം എന്ന സന്തോഷ വാർത്ത കൊണ്ടുവന്ന നിനക്ക് ഇതാ എന്റെ സ്നേഹ സമ്മാനം. നിന്റെ സ്നേഹ സമ്മാനം കൊണ്ടുപോയി കുപ്പയിലിട്. കൈകേയി, ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത് ഈ സാധാരണ സമ്മാനമല്ല. മന്ദിരേ, എന്റെ രാമൻ കിരീടാവകാശിയാവുന്ന സുദിനം മുൻനിർത്തി നീ എന്ത് ചോദിച്ചാലും എതിർപ്പില്ലാതെ നൽകും ഞാൻ. കൈകേയി, വാക്ക് തെറ്റിക്കില്ലല്ലോ നീ. മനസ്സും വാഗ്ദാനവും ഒരേ സ്ഥാനം വഹിക്കുന്ന മഹാരാജാവിന്റെ പട്ടമഹർഷിയാണ് പറയുന്നത്. എന്തു വേണമെങ്കിലും ചോദിക്കേ, ഞാൻ തന്നിരിക്കും. ഉറപ്പാണല്ലോ അല്ലേ? നിശ്ചയമായും. സത്യമാണോ? സത്യമായും. വെറുതെ ആവേശം കാണിച്ചെന്ന് പിന്നീട് തോന്നരുത്. ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും നിനക്കറിയില്ല. അതുകൊണ്ട് എടുത്തുചാട്ടം വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കാൻ പോകുന്നത് നിന്നെ പോലുള്ളവർക്ക് ഒരു സാധാരണ കാര്യമാണ്. അതും നിന്റെ വിവാഹത്തിന് മുമ്പ് ദശരഥൻ നിന്നോട് സമ്മതിച്ച കാര്യമാണ്. അതിനെ ഉപയോഗിച്ച് നീ പിറന്നു വളർന്ന നാടിനെ അഭിമാനമുളവാക്കിയാലും അയോധ്യയുടെ രാജകീയ മണ്ഡലത്തിൽ മികച്ച സ്ഥാനവും ശാശ്വതമായ വിജയവും പ്രശംസയും നേടിക്കൊടുക്ക്. എന്ത്? കേകേയി നാടിന് അയോധ്യയുടെ രാജകീയ മണ്ഡലത്തിൽ ഇടമോ? മന്ദരേ, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന രീതിയിൽ പറയാം. അതായത് കേകയ നാടിന്റെ രാജകുമാരനായ നിന്റെ പുത്രൻ ഭരതൻ ഈ നാടിന്റെ രാജാവാകണം. കോസലദേശത്തിന്റെ രാജ്ഞിയായ കൗസല്യയുടെ മകൻ രാമൻ 14 വർഷത്തേക്ക് വനവാസത്തിന് പോണം. എന്റെ പുത്രൻ ഭരതൻ രാജ്യം ഭരിക്കണമെന്നോ? രാമൻ 14 വർഷത്തേക്ക് വനത്തിലേക്ക് പോകണമെന്നോ? ചീ, എന്തിനാണ് ഇത്രയും വലിയൊരു ചതി? ഈ പദ്ധതി നിറവേറ്റാൻ എന്നെയാണോ നീ കരുവായി തിരഞ്ഞെടുത്തത്? ഏതാണ് ചതി? കൈകേയി, നിനക്ക് പിറക്കാൻ പോകുന്ന പുത്രനെ അയോധ്യയുടെ ചക്രവർത്തിയാക്കാമെന്ന് അന്ന് വാക്ക് തന്നതിന് ശേഷം ഇന്ന് നിന്റെ പുത്രൻ ഭരതനെ കേകയ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് രാമനെ രാജാവാക്കുകയാണ്. വളരെയധികം തിടുക്കത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ടല്ലോ മഹാരാജാവ്. അതാണോ ശരി? എന്റെ വളർത്തുമകളുടെ പുത്രന് ന്യായമായി ലഭിക്കേണ്ട രാജപദവി എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ തുടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇതാണോ ശരി? മന്ദരേ, എന്റെ വിവാഹത്തിനു മുമ്പ് മഹാരാജാവ് എനിക്ക് തന്ന വാക്ക് ഞാൻ മറന്നിട്ടില്ല. എനിക്ക് പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് വരെ എന്റെ പുത്രൻ തന്നെയാണ് ഈ അയോധ്യയുടെ രാജപീഠത്തിൽ ഏറേണ്ടത് എന്നതിൽ ഞാൻ ഉറച്ചു തന്നെയാണ് നിന്നത്. എന്നാൽ രാമൻ പിറന്ന് അവന്റെ മുഖം കണ്ട ആ നിമിഷം തന്നെ എന്റെ ദൃഢനിശ്ചയമെല്ലാം എങ്ങോട്ടെന്നില്ലാതെ പാർന്നുപോയി. മന്ദരേ, രാമൻ മൂത്ത പുത്രനാണെന്ന് കരുതി അവൻ തന്നെ രാജ്യം ഭരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രഘുനാഥന്റെ സ്നേഹം, അറിവ്, കരുണ, വീരം മുതലായ സൽഗുണങ്ങൾ കൊണ്ടാണ് അവൻ ഞങ്ങളുടെ പുത്രന്മാരായ 4 പേരിൽ അവസാനത്തേതായി പിറന്നിരുന്നെങ്കിൽ പോലും അവൻ തന്നെ രാജ്യം ഭരിക്കണമെന്ന് ഞാൻ രാജാവിനോട് ഊന്നി പറയുമായിരുന്നു. അത്രയധികം ഞാൻ സ്നേഹിക്കുന്ന രാമനെ എന്നെ കൊണ്ട് തന്നെ വനവാസത്തിന് അയക്കാൻ ശ്രമിക്കുന്നില്ലേ? നിനക്കതിന് എങ്ങനെ ധൈര്യം വന്നു? മന്ദരേ, ഈ തെറ്റായ ധാരണ താങ്ങിക്കൊണ്ട് എന്റെ അന്തപുരത്തിൽ നീ നിൽക്കരുത്. കടക്ക് പുറത്ത്. നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് മുൻപേ അറിയാമായിരുന്നു. എന്ത്? നിനക്ക് മുൻപേ അറിയാമായിരുന്നോ? അതെ. ദശരഥൻ നിനക്കും നിന്റെ പിതാവിനും തന്ന വാക്ക് കാറ്റിൽ പറത്തിയെന്നാണെങ്കിൽ അവന്റെ പത്നിയായ നീ എനിക്ക് തന്ന വാക്ക് പാലിക്കാനാണോ പോകുന്നത്? നീയും നിന്റെ പതിയെ പോലെ തന്ന വാക്ക് പാലിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
അങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ വളർത്തിയവൾ, നിന്റെ ജീവിതത്തിൽ നിന്നെ പരിപാലിച്ചവൾ, ഒരല്പമെങ്കിലും സ്നേഹവും മര്യാദയും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് ലഭിക്കില്ല എന്നറിഞ്ഞ ശേഷം ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ എന്താ മാനാഭിമാനം ഇല്ലാത്തവളാണോ? പോവുകയാണ്. നിന്റെ അന്തഃപുരം വിട്ട് മാത്രമല്ല, ഈ അയോധ്യ തന്നെ വിട്ട് ഞാൻ പോവുകയാണ്. മന്ദരേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പിറന്നു വളർന്ന കേകയ നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. എന്റെ പിതാവും സഹോദരന്മാരും എന്തുകൊണ്ടാണ് തിരിച്ചയച്ചതെന്ന് ചോദിച്ചാൽ? കൈകേയിയുടെ നന്മ കരുതി അവളുടെ പുത്രനെ തന്നെ അയോധ്യയുടെ രാജാവാക്കണം എന്ന് ദശരഥനോട് നീ പറഞ്ഞ ആ വാക്ക് കൈകേയി നിസ്സാരമെന്നോണം പാഴ്വാക്കാക്കി രാമൻ രാജാവാകുന്നത് അംഗീകരിച്ചു. ഇത് മാതാപിതാക്കളെ അപമാനിക്കുന്ന പ്രവൃത്തിയാണെന്ന് അപ്പോൾ തന്നെ തുറന്നു പറഞ്ഞു. എന്നോട് പോകാൻ പറഞ്ഞതിനാൽ മടങ്ങി വന്നതാണെന്ന് നിന്റെ പിതാവിനോട് ഞാൻ പറയും. കേകേയി നാട്ടിൽ താമസിക്കുന്ന എന്റെ പുത്രൻ ഭരതൻ നീ മടങ്ങി ചെല്ലുന്നതിന് കാരണം ചോദിക്കുമല്ലോ. ചോദിക്കും. ഭരത, സൽപുത്രനായ നിനക്ക് ലഭിക്കേണ്ട രാജപദവി മറ്റൊരുത്തിയുടെ പുത്രനായ രാമന് വിട്ടുകൊടുത്തു നിന്റെ അമ്മ. സ്നേഹമുള്ളൊരു മാതാവ് ചെയ്യുന്ന കാര്യമാണോ ഇതെന്ന് ഞാൻ ചോദിച്ചു. മിണ്ടാതെ പുറത്തു പോകാൻ പറഞ്ഞു. മടങ്ങി വന്നു എന്ന സത്യം ഞാൻ പറയും. അതുമാത്രമല്ല, ചോദിച്ചതെന്തും തരുമെന്ന വളർത്തമ്മയായ എനിക്ക് ചെയ്തു തന്ന സത്യം പോലും നിലത്ത് വീണ പഴുത്തല പോലെ പാഴായെന്നും കേകയ നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ചെന്നു നിന്നുകൊണ്ട് ഞാൻ നിന്റെ പേരിൽ പഴി പറയും. കൈകേയി, ഇത്രയും കാലം നിന്റെ കൊട്ടാരത്തിൽ എനിക്കൊരിടം തന്നതിൽ വളരെ നന്ദി. ഞാൻ വിട പറയുകയാണ്. നിൽക്കും മന്ദരേ. എന്റെ മാതാവിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ വളർത്തി വലുതാക്കിയ നിങ്ങളെ പിരിഞ്ഞ് എനിക്ക് ഇരിക്കാനും കഴിയില്ല. അതേസമയം നിങ്ങൾ പറഞ്ഞതുപോലെ രാമനെ വനത്തിലേക്ക് അയക്കൂ എന്ന് രാജാവിനോട് പറയാനും എന്റെ ഹൃദയത്തിന് അത്രയും ശക്തിയില്ല. അത് താങ്ങുവാനുള്ള ശക്തിയും അദ്ദേഹത്തിനില്ല. അതിനാൽ നിങ്ങൾ ചോദിച്ച വരം എന്താണോ അത് ദയവ് ചെയ്ത് പിൻവലിച്ചാലും ഞാൻ നിങ്ങളുടെ പാദം പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഭ്രാന്ത് പറയുന്നു. ചോദിച്ച വരം തിരിച്ചു വാങ്ങുവാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ എന്റെ പാദം മാത്രം പിടിച്ചാൽ മതി. കൊടുത്ത വാക്ക് പാലിക്കാതെ വിട്ടാൽ പിൽക്കാലത്ത് എത്ര പേരുടെ പാദങ്ങൾ പിടിച്ച് മാപ്പപേക്ഷിക്കേണ്ടി വരുമെന്നറിയാമോ? രാമൻ രാജാവായി കഴിഞ്ഞാൽ നീയും നിന്റെ പുത്രനും, മഹാറാണി, രാജാവിന്റെ പുത്രൻ എന്നീ സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിക്കേണ്ടി വരും. നിന്റെ ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾ പോകാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ അതേപടി അനുസരിച്ച് നടന്നേ പറ്റൂ. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മൂത്തവനാണ് കിരീടാവകാശമെന്ന് തലമുറകളായി വന്ന സമ്പ്രദായത്തെ മാറ്റാൻ പറയുകയാണോ മന്ദര? മുറകൾ, ചട്ടം, സമ്പ്രദായം ഇവയെല്ലാം ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ ശൗര്യത്തെ മുൻനിർത്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ ഇവയെല്ലാം. ഇന്ന് നമുക്ക് വേണ്ടി ഇവയിലെല്ലാം മാറ്റം വരുത്തുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ലല്ലോ. മന്ദരേ, രാമൻ പ്രസവിച്ച അമ്മയേക്കാൾ ഉപരിയായി എന്നോടാണ് അവന് ഏറ്റവും പ്രിയമുള്ളത്. കൈകേയി, രാമൻ തന്റെ സ്നേഹം 1000 തവണ കാണിച്ചാലും അത് നിന്റെ പുത്രൻ ഭരതന്റെ കോപത്തിന് പോലും ഈടാവില്ല. അതിന് മികച്ച അറിവുള്ള രാമനെ വനത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അവന്റെ സഹോദരനെ രാജാവാക്കണമെന്നാണോ? 1000 രാമന്മാർ ഒന്നു ചേർന്നാലും നമ്മുടെ ഭരതന് ഈടാവാൻ സാധിക്കില്ല. ഇതുവഴിയെ മനസ്സിലാക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. മന്ദരേ, എന്നെ ധർമ്മസങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണല്ലോ നീ. ഈ ധർമ്മസങ്കടം താൽക്കാലികമായി മാറാനുള്ളൊരു വഴിയുണ്ട്. അതും ഞാൻ തന്നെ പറഞ്ഞു തരാം. ചെമ്പകാസുരനുമായിട്ടുള്ള യുദ്ധകാലത്ത് ദശരഥനെ നീ സഹായിച്ചതിന്റെ പേരിൽ അവൻ നിനക്ക് 2 വരങ്ങൾ നൽകിയിരുന്നില്ലേ? അത് 2 ഇപ്പോൾ ചോദിക്ക്. ഒന്ന്, ഭരതൻ രാജ്യം ഭരിക്കണം. മറ്റൊന്ന്, രാമൻ 14 വർഷം വനവാസത്തിന് പോകണം. മനസ്സിലായോ? മനസ്സിലായി മന്ദരേ, മനസ്സിലായി. എന്നാൽ എങ്ങനെയാണ് അത് മഹാരാജാവിനോട് ചോദിക്കുമെന്ന് ചിന്തിക്കാൻ എനിക്ക് ഏകാന്തത വേണം. നീ പോയി ഏകാന്തമായി നന്നായി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ലതിനെന്ന് ബോധ്യമാകും. ഓ